ഗൈസ്, നമ്മളിതാ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ കുറേ നാളായി നമ്മൾ വീഡിയോ ഇട്ടിട്ട്, ബട്ട് സ്റ്റിൽ നമ്മൾ ഒരു കിഡിലും കണ്ടന്റ് ആയിട്ടാണ് വന്നേക്കുന്നത്. ഗൈസ്, നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ നല്ല സ്മൂത്തായിട്ട് ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. ആ സ്മൂത്തായിട്ട് ഇവരിങ്ങനെ കളിക്കണത്. അപ്പോൾ ഈ സൈഡൊക്കെ ഇങ്ങനെ ബ്ലറാവുക, അത് നല്ല രസമുണ്ടല്ലോ. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമുക്കത് അതിലോട്ട് പോകുന്നതിന് മുന്നേ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നിങ്ങളെല്ലാവരും ഓണക്കോടിയൊക്കെ എടുത്തു സന്തോഷമായിട്ടിരിക്കുന്നു, പൂക്കളൊക്കെ ഇട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഓണം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞായിരിക്കും ഇറങ്ങാൻ പോണത്. പക്ഷേ സ്റ്റിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓക്കെ, അപ്പോൾ നമുക്കിനി നേരെ കണ്ടന്റിലോട്ട് കിടക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നിന്ന് നോഡ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരു എഡിറ്റർ ആപ്പ് ഉണ്ട്, അത് എടുക്കണം. അതിന് ശേഷം നിങ്ങൾ ഈ ന്യൂ എന്ന് പറയുന്ന ഇതിൽ നിൽക്കണം. ഓക്കെ ഓക്കെ അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ വീഡിയോ ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് മീഡിയ എന്ന് പറഞ്ഞ് ന്യൂ ലെയറിന് തൊട്ട് താഴെയിട്ട് മീഡിയ എന്ന് പറഞ്ഞ ഇതുണ്ടാവും, അതിൽ നിൽക്കണം. എന്നിട്ട് വീഡിയോ കൊടുക്കണം. അതിനുശേഷം നിങ്ങൾ ആവശ്യമുള്ള വീഡിയോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ആവശ്യമുള്ള വീഡിയോ അത് എടുത്തിട്ടുണ്ട്. ഒരു ലോഡിങ് വരും. ഓക്കെ, അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന വീഡിയോയിൽ ഇവിടെ ഒരു 3 വര, ഒരു 3 ലൈൻസ് ഇവിടെ കാണിക്കുന്നുണ്ട് ചെറിയത്. അതിൽ ഞെക്കാൻ നേരത്തെ നമുക്ക് ടൈം ഇൻ്റർപ്രേഷൻ എന്നൊരു ഇത് കാണും. ആ ഓപ്ഷനിലോട്ട് അങ്ങ് ഞെക്കണം. അതിന് ശേഷം നിങ്ങൾ ഒപ്റ്റിക്കൽ ഫ്ലോ, ഏറ്റവും താഴത്തുള്ള ഒപ്റ്റിക്കൽ ഫ്ലോയിൽ ഞെക്കാൻ നേരത്ത് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതും. ഇത് നിങ്ങൾ ആദ്യം തന്നെ ഈ പ്രിവ്യൂ ഓൺ ആക്കണം. പിന്നെ നിങ്ങളിവിടെ യൂസേജിൻ്റെ പുറത്തായിട്ട് ഫ്രെയിം മിക്സും മോഷൻ ബ്ലറും. ഫ്രെയിം മിക്സ് അല്ല നമ്മൾക്ക് വേണ്ടത്, മോഷൻ ബ്ലർ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. മോഷൻ ബ്ലർ കൊടുക്കുന്നു. ഓക്കെ, മോഷൻ ബ്ലർ കൊടുക്കുന്നു. എന്നിട്ട് ഈ ലെങ്ത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, 2 ആക്കും. എന്നിട്ട് നമ്മൾ ഈ ഡിപ്രഷൻ 4 ആക്കുന്നു. ഇത് 3 വെക്കാം. ഓക്കെ, ഇത്രേ ഉള്ളൂ നമ്മുടെ ഇവിടെ പരിപാടി വരുന്നത്. ഇനി നമ്മളിവിടെ എനേബിളിലേക്ക് ചെയ്യുക. വീഡിയോ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ അറിയാണ്ട് പോലും ഈ പ്ലേ ചെയ്യുന്ന ബട്ടണിൽ നിൽക്കരുത്. നിങ്ങളുടെ ഒരു ലോ എൻഡ് ഡിവൈസ് ആണെങ്കിൽ താങ്ങും. പിന്നെ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആപ്പിന് ചെറിയൊരു പ്രശ്നമുണ്ട്. വീഡിയോ ലോഡായി വരാൻ വേണ്ടിയിട്ട് ഇത് പറയണം. ഇതിപ്പോൾ ഞാൻ വീഡിയോ ഇട്ടേക്കണത് എത്രയാണ്, 1 മിനിറ്റും 5 സെക്കൻഡും 8 മില്ലി സെക്കൻഡും ഉള്ള ഒരു വീഡിയോ ആണിത്. ഇത് മിനിമം ഇതൊന്ന് പ്രോസസ്സായി വരാൻ വേണ്ടിയിട്ട് നമുക്ക് വരുന്നത് 12 മണിക്കൂർ സമയം എടുക്കും. ഈ വീഡിയോ ഞാൻ കാണിച്ചു തരാം. തുടക്കത്തിൽ ഇട്ടിരിക്കുന്ന ആ വീഡിയോ ആദ്യം വരാൻ 12 മണിക്കൂർ എടുക്കും. 12 മണിക്കൂർ നിങ്ങൾ വെറുതെ ഇരിക്കണ്ട. ഞാൻ പറയും, ഒരു രാത്രി സമയമൊക്കെ ആകുമ്പോൾ ഇവിടെ ഈ കാണുന്ന ഹോം സ്ക്രീനിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട്, അല്ല ഹോം ബട്ടൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു ബട്ടണിൽ നിൽക്കുക. അപ്പോൾ അത് തുടങ്ങും. അപ്പോൾ നമ്മൾ എന്നിട്ട് റെസൊല്യൂഷൻ അത് 1080p കിടക്കട്ടെ. ഇത് ഇപ്പോൾ നിങ്ങൾക്ക് ലോ എൻഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഹൈ കൊടുക്കാം, മീഡിയം കൊടുക്കാൻ ലോ കൊടുക്കാം. പക്ഷെ നിങ്ങൾക്ക് ഹൈ എൻഡ് ആണെങ്കിൽ നിങ്ങൾ വെരി ഹൈ തന്നെ കൊടുക്കും. ദെൻ നിങ്ങൾക്ക് ഈ റെസൊല്യൂഷൻ നിങ്ങൾക്ക് വേണം 180p 720p, അതൊക്കെ നിങ്ങളുടെ വീഡിയോൻ്റെ റെസൊല്യൂഷനാണ് തന്നെ. പിന്നെ നമ്മൾ FPS, ഏത് ഡിവൈസ് ആണെങ്കിലും FPS വെക്കുക. FPS ഇങ്ങനെ ഡിലീറ്റ് കൊടുത്തതിന് ശേഷം 6.0, അതായത് 60 FPS ഓക്കെ കൊടുക്കും. 60 FPS. ഇനി നിങ്ങൾക്ക് ഈ കാണുന്ന പ്ലേ ബട്ടൺ, പച്ച കളറിലുള്ള പ്ലേ ബട്ടണിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ ഇവിടെ പ്രോസസ്സായി തുടങ്ങുന്നതായിരിക്കും. എൻ്റെ വീഡിയോ നൈസിൽ പ്രോസസ്സായി തുടങ്ങുന്നുണ്ട്. നിങ്ങൾ കിടക്കണതിന് മുമ്പ് ഇതാക്കിയതിന് ശേഷം നിങ്ങളുടെ മൊബൈൽ ഫുൾ ഓണായിരിക്കും. അപ്പോൾ ഞാനൊരു ട്രിക്ക് പറഞ്ഞു തരാം. ചൂടാവാണ്ടിരിക്കാൻ ഇതിൻ്റെ കവർ ഊരിയതിന് ശേഷം നിങ്ങൾ ഫാനിൻ്റെ കാറ്റടിക്കണതിൻ്റെ താഴെ ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇപ്പം ചെറുതായിട്ട് നിന്ന് അനങ്ങി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഫ്രെയിമും ലോഡായി വരാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ 15 സെക്കൻഡ് കൂടുന്തോറും ഈ കാണിച്ചിരിക്കുന്ന ഫോട്ടോ ഇങ്ങനെ നീങ്ങുന്നുണ്ട്. അതേ ഗൈസ്, ഇപ്പം നീങ്ങി. അപ്പോൾ അങ്ങനെ നീങ്ങണതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്രെയിം ബ്ലെൻഡ് ആയിട്ടുള്ള പിക്ചേഴ്സാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അത് ഒരു ഫ്രെയിം അങ്ങനെ ബ്ലെൻഡ് ആവാൻ എടുക്കുന്ന സമയമാണിത്. അങ്ങനെ
സമയം നോക്കി വരുമ്പോഴാണ് നിങ്ങൾക്ക് 12 മണിക്കൂറൊക്കെ വന്നത്. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. നിങ്ങളുടെ BGMI കളിക്കുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ.